വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് PLC ആൻഡ് ഇലക്ട്രോന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് ഈ ഒരു ടോപ്പിക്കിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. First question, pneumatic actuators are recognized by several different names including option A pneumatic cylinders, option B air cylinders, option C air actuators, option D all of the above. pneumatic actuatorsന്റെ വേറെ പേരുകളാണ് നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് അല്ലേ. pneumatic actuatorsന്റെ വേറെ പേരുകളാണ് pneumatic cylinders, air cylinders അല്ലെങ്കിൽ air actuators എന്നൊക്കെ പറയുന്നത്. Okay. എല്ലാം എന്താണ് എയർ പ്രഷർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നെയിമിനോട് നെയിമിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ നെയിം കൊടുത്തിരിക്കുന്നത് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിന്. ഓക്കെ, ഇപ്പൊ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതായത് കംപ്രസ്ഡ് എയറിനെ മെക്കാനിക്കൽ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബവ്. Next question, pneumatic cylinders are categorized into dash types. Option A 1, option B 2, option C 3, option D 4. ഇപ്പം നമ്മൾ ന്യൂമാറ്റിക് സിലിണ്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും മൂന്ന് മെയിൻ ടൈപ്സ് ഓഫ് ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ് ആണ് ഉള്ളത്. സിംഗിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ്, ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സ് ആൻഡ് ടെലസ്കോപ്പിക് സിലിണ്ടേഴ്സ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ സി 3 ആണ് കറക്റ്റ് ആൻസർ. Next question, which one of the following pneumatic cylinders operates on one end of the piston? Option A single acting, option B double acting, option C telescoping, option D all of the above. ഇവിടെ തന്നിരിക്കുന്നതിലെ ഏത് ടൈപ്പ് ഓഫ് ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ് ആണ് പിസ്റ്റന്റെ ഒരു എൻഡിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ്. സിംഗിൾ ആക്ടിംഗ് ന്യൂമാറ്റിക് സിലിണ്ടേഴ്സിലാണ് കംപ്രസ്ഡ് എയർ പിസ്റ്റണില് വൺ ഡയറക്ഷനിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡബിൾ ആക്ടിങ്ങിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, പിസ്റ്റന്റെ രണ്ട് സൈഡിലും ഓപ്പറേഷൻ നടക്കുന്നുണ്ടാവും. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സിംഗിൾ ആക്ടിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റോഡ് ഇൻ എ റാക്ക് ആൻഡ് പിനിയൻ ഡ്രൈവ് സിസ്റ്റം ഇസ് ആൻ എക്സാമ്പിൾ ഫോർ. ഓപ്ഷൻ എ റോട്ടറി ന്യൂമാറ്റിക് ആക്ച്വേറ്റർ, ഓപ്ഷൻ ബി എ ലീനിയർ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഇപ്പൊ ഒരു റോട്ടറി ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാല് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യിക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആക്ച്വേറ്റർ ആണ്. ഓക്കെ, ഇനി ലീനിയർ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ആ ഒരു മോഷന്റെ ക്യാപ്പബിലിറ്റിനെ ഇനേബിൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, റോഡ് ഇൻ എ റാക്ക് ആൻഡ് പിനിയൻ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആണ് നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ റോട്ടറി ന്യൂമാറ്റിക് ആക്ച്വേറ്ററിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next question, which of the following style are very common in the rotary pneumatic actuator category? Option A vane style, option B rack and pinion style, option C both A and B, option D none of the above. ഇവിടെ വെയിൻ സ്റ്റൈൽ അല്ലെങ്കിൽ വെയിൻ ആക്ച്വേറ്റർ നോക്കുവാണെങ്കിൽ അവിടെ ഒരു സിലിണ്ടറിക്കൽ ചേംബർ ഉണ്ട്. സിലിണ്ടറിക്കൽ ചേംബറിന്റെ ഉള്ളില് നമ്മളൊരു മൂവബിൾ ആയിട്ടുള്ള ഒരു വെയിൻ പോർഷൻ ഉണ്ട്. അത് നമ്മള് ആ ഒരു വെയിൻ ആക്ച്വേറ്ററിന്റെ ഷാഫ്റ്റില് മൗണ്ട് ചെയ്തിട്ടാണ് മൂവബിൾ വെയിൻ വെച്ചിട്ടുള്ളത്. ഇനി റാക്ക് ആൻഡ് പിനിയൻ സ്റ്റൈൽ അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ ആക്ച്വേറ്റർ നോക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു പിസ്റ്റൺ അതില് റാക്ക് ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ആ ഒരു ഓപ്പറേഷൻ ഇനേബിൾ ആവുന്നത്. അപ്പൊ ഇവിടെ റോട്ടറി ന്യൂമാറ്റിക് ആക്ച്വേറ്റർ കാറ്റഗറിയിൽ രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, വെയിൻ സ്റ്റൈലും റാക്ക് ആൻഡ് പിനിയൻ സ്റ്റൈലും. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pneumatic air under pressure applied on one side of the vane causes it to option A rotate through its stroke, option B move linearly rotating the pinion gear and drive shaft, option C moving the piston upwards, option D none of the above. വെയിൻ ആക്ച്വേറ്റേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സിലിണ്ടറിക്കൽ ചേംബർ ഉണ്ട്, അതില് ആണ് നമ്മൾ മൂവബിൾ ആയിട്ടുള്ള വെയിന് ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ ആ വെയിനിന്റെ ഒരു സൈഡിലേക്ക് ന്യൂമാറ്റിക് എയർ അണ്ടർ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്ട്രോക്ക് അവിടെ ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ എ റൊട്ടേറ്റ് ത്രൂ ഇറ്റ്സ് സ്ട്രോക്ക്. Next question, choose the correct option regarding the very common style in the linear pneumatic actuator category. Option A the piston style, option B the spring or diaphragm, option C both A and B, option D none of the above. ഇപ്പൊ ലീനിയർ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ സ്പ്രിംഗ് അല്ലെങ്കിൽ ഡയഫ്രം സ്റ്റൈലും പിസ്റ്റണും നമ്മൾ ആ ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പൊ പിസ്റ്റൺ സ്റ്റൈൽ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഉള്ളില് പിസ്റ്റണെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി സ്പ്രിംഗ് അല്ലെങ്കിൽ ഡയഫ്രം ന്യൂമാറ്റിക് ആക്ച്വേറ്ററിന്റെ കേസിൽ എന്താണ് വരുന്നത്? അവിടെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ആക്ച്വേറ്റർ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ വാൽവ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. Next question. The movement of piston is caused by applying pneumatic pressure, thereby moving the piston. Option A upwards, option B downwards, option C rotates clockwise, option D rotates anti-clockwise. The movement of piston അവിടെ ആക്ച്വലി ഒക്കർ ചെയ്യുന്നത് നമ്മൾ ന്യൂമാറ്റിക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പിസ്റ്റൺ ആക്ച്വലി അപ്വേർഡ് പോർഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ന്യൂമാറ്റിക് പ്രഷർ റിമൂവ് ചെയ്താൽ പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു പ്രഷർ ഓഫ് സ്പ്രിംഗ് കാരണം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, അപ്വേർഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസന്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ മേജർ കമ്പോണൻസ് ഓഫ് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്? ഓപ്ഷൻ എ ഫ്ലോ കൺട്രോൾ വാൽവ്, ഓപ്ഷൻ ബി ഡയഫ്രം, ഓപ്ഷൻ സി കംപ്രസർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അപ്പൊ മേജർ കമ്പോണൻസ് ഓഫ് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിൽ ഇൻക്ലൂഡ് ആവാത്ത കമ്പോണന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ന്യൂമാറ്റിക് സിസ്റ്റത്തിന്റെ മേജർ ആയിട്ടുള്ള കമ്പോണൻസ് നോക്കിയാൽ ഫ്ലോ കൺട്രോൾ വാൽവ്, ഡയഫ്രം, കംപ്രസർ, സ്റ്റോറേജ് റിസർവോയർ, സ്പ്രിംഗ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് വരുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഉണ്ട്, അല്ലെ? അപ്പൊ കമ്പോണന്റ് അല്ലാത്ത ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി അബവ്. Next question. Which of the following unit in pneumatic actuator manages to carry the air from one location to another? Option A diaphragm, option B compressor, option C storage reservoir, option D spring. ഇവിടെ ആക്ച്വലി ന്യൂമാറ്റിക് ആക്ച്വേറ്ററിൽ സ്പ്രിംഗ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ സ്പ്രിംഗ് കമ്പോണന്റ് ആണ് എയറിനെ ഒരു ലൊക്കേഷനിൽ നിന്ന് അനദർ ലൊക്കേഷനിലേക്ക് ക്യാരി ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അത് ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ റിട്ടേൺ സ്ട്രോക്ക് ടു ദി പിസ്റ്റൺ. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സ്പ്രിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ഇൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ഇഫ് there is no supplied air? Option A control valve remains open, option B diaphragm is pulled upwards, option C both A and B, option D none of the above. ഇപ്പൊ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിൽ സപ്ലൈഡ് എയറിന്റെ ആബ്സെൻസ് ആണെങ്കിൽ കൺട്രോൾ വാൽവ് ഓപ്പൺ ആയിട്ടിരിക്കും ആൻഡ് ഓൾസോ ഡയഫ്രം എന്താണ്? അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും പുൾ ഓവർ ചെയ്യുന്നത് ബൈ ദി ആക്ഷൻ ഓഫ് സ്പ്രിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എയും കറക്റ്റ് ആണ്, ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്, അല്ലെ? ഓപ്ഷൻ സി ആണ് അപ്പൊ കറക്റ്റ് വരുന്നത്, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലോ കൺട്രോൾ വാൽവ്? ഓപ്ഷൻ എ controls the direction of flow of air, option B the moisture is separated and removed, option C it converts the mechanical energy to hydraulic energy, option D it controls the rate of flow of compressed air. അപ്പൊ ഫംഗ്ഷൻ ഓഫ് ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് കംപ്രസ്ഡ് എയറിന്റെ റേറ്റ് ഓഫ് ഫ്ലോനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് കൺട്രോൾസ് ഓപ്ഷൻ എ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഓപ്ഷൻ ബി റേറ്റ് ഓഫ് ഫ്ലോ, ഓപ്ഷൻ സി മോയ്സ്ചർ, ഓപ്ഷൻ ഡി ഫോഴ്സ് ആൻഡ് മോഷൻ. അപ്പൊ ഡയറക്ഷൻ കൺട്രോൾ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കംപ്രസ്ഡ് എയറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി സ്പീഡ് ഓഫ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ റിട്രാക്ഷൻ ഓഫ് ആക്ച്വേറ്ററും ഫൈനലി കൺട്രോൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കംപ്രസ്ഡ് എയർ. Next question. What happens in pneumatic actuators if the supply air increases? Option A diaphragm continuously moves in upward direction, option B opens the control valve, option C both A and B, option D none of the above. ഇവിടെ സപ്ലൈ എയറിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിൽ എന്ത് ചേഞ്ച് ആണ് കാണുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡയഫ്രം കണ്ടിന്യൂസ്ലി മൂവ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ഓപ്പൺസ് ദി കൺട്രോൾ വാൽവ് എന്നാണ്. ഇത് രണ്ടും നടക്കുന്നത് ആക്ച്വലി സപ്ലൈ എയർ ഇല്ലാത്ത ഒരു കണ്ടീഷനിലാണ്. ഈ സപ്ലൈ എയർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്താണ് നടക്കുന്നത്? ഡയഫ്രം കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ കൺട്രോൾ വാൽവ് എന്താണ്? ഫുള്ളി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലോസ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് ആണ് കറക്റ്റ് ആൻസർ. Next question. What happens in pneumatic actuators if supply pressure decreases? Option A causes motion in downward direction of diaphragm, option B opens the control valve, option C both A and B, option D none of the above. സപ്ലൈ പ്രഷർ
ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡയഫ്രം എന്താണ് അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ കൺട്രോൾ വാൽവ് അവിടെ ഓപ്പണും ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ കറക്റ്റ്, ഓപ്പൺസ് ദി കൺട്രോൾ വാൽവ്. Next question, pneumatic actuators offer operation up to a wide temperature range generally from option A 0 to 100 degrees Celsius, option B 0 to 200 degrees Celsius, option C 10 to 100 degrees Celsius, option D 10 to 200 degrees Celsius. Correct answer വരുന്നത് ഇവിടെ option B ആണ് 0 to 200 degrees Celsius. Next question, output power delivered by pneumatic actuator is dash the hydraulic actuator. Option A lesser than, option B more than, option C equal to, option D double. Output delivered by pneumatic actuator എന്ന് പറയുന്നത് hydraulic actuator നെക്കാട്ടും കുറവായിരിക്കും. Option A ആണ് correct answer, lesser than. Next question, flow control valve in pneumatic actuators control the option A air direction, option B flow speed, option C both A and B, option D none of the above. അപ്പോൾ flow control valve air direction control ചെയ്യും, flow speed control ചെയ്യും. Both A and B ആണ് ഇവിടെ correct answer. Next question, the piston movement in piston pneumatic actuator can be caused by simply applying dash power on one face of the piston. അപ്പോൾ piston movement cause ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് പവർ നമ്മൾ പിസ്റ്റന്റെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പൊ സിംഗിൾ ആക്ടിംഗ് ബേസ്ഡ് പിസ്റ്റന്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ എന്താണ് ഫോഴ്സ് നമ്മൾ ഒരു ഫേസിൽ മാത്രമേ അപ്ലൈ ആവുന്നുണ്ടാവുള്ളൂ. ഇനി ഡബിൾ ആക്ടിംഗ് ബേസ്ഡ് പിസ്റ്റൺ ആക്ച്വേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പ്രഷർ നമ്മൾ പിസ്റ്റന്റെ രണ്ട് ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ലെസ് ഓർ മോർ. Next question, the PLC analog output card produces a dash current to move the value from fully open to fully closed. അപ്പോൾ fully open ൽ നിന്ന് fully closed ലേക്ക് വാൽവിനെ മൂവ് ചെയ്യിക്കാനായിട്ട് PLC analog output card എത്ര റേഞ്ച് ഓഫ് കറണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. കറക്റ്റ് ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ്, 4 to 20 milliampere current. Next question, rotary pneumatic actuators differ from linear designs in that option A torque is generated as opposed to a linear motion, option B torque is generated in the same direction to a linear motion, option C torque is generated as opposed to a rotary motion, option D none of the above. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്, torque is generated as opposed to a linear motion. Next question, which of the following includes in the applications of pneumatic actuators? Option A combustible automobile engines, option B air compressors, option C packaging and production machinery, option D all of the above. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ pneumatic actuatorsന്റെ ആപ്ലിക്കേഷൻ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, all of the above. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ MCQ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.